ഹലോ, നമ്മുടെ കൂടെ പുതിയൊരാളുണ്ട്. സനൽ എന്നാണ് പേര്. അത്യാവശ്യം ഫെയിമാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കി, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അവസാനം. പുള്ളി അത്യാവശ്യം ഒരു സെലിബ്രിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം കൊച്ചിയിലെ മറൈൻ ഡ്രൈവ് അല്ല, ബോട്ട് ജെട്ടി സുഭാഷ് പാർക്കിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. നല്ല കിട്ടിലം വ്യൂ കിട്ടിലം കാഴ്ചകളുണ്ട് ഇവിടെ. നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഒരു കായലിന്റെ ഒരു പ്രദേശമാണ്. പിന്നെ നമുക്ക് ഷിപ്പ് യാർഡ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഓക്കെ, നല്ലടാ. നമ്മളിപ്പോ വന്ന സ്ഥലത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? വന്ന സ്ഥലം എന്ന് പറയുന്നത് നല്ലൊരു സമാധാനമുള്ളൊരു സ്ഥലമാണ്. വലിയ ആള് ബഹളോ കാര്യങ്ങളൊന്നുമില്ല. ആളൊക്കെ ഉണ്ട്, പക്ഷെ ആ ഒരു എന്താ പറയല് ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്ന, നമുക്ക് എന്താ പറയല് കാറ്റ് കൊള്ളാം, കായലിന്റെ ഭംഗികൾ ആസ്വദിക്കാം. അതുപോലെ പിന്നെ എന്താ പറയല് ആൾക്കാരെ കാഴ്ചകൾ കാണാം. മറൈൻ ഡ്രൈവിനെ അപേക്ഷിച്ച് ഇതാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോ ഒരു കലബല ശബ്ദങ്ങളില്ലാതെ നമുക്ക് സ്വസ്ഥമായി നല്ല കാറ്റും വിളിച്ചൊക്കെ ഉള്ള ഒരു സ്ഥലം. ഓക്കെ ഓക്കെ, ഇവിടെ മുന്നേ വന്നിട്ടുണ്ടോ? ഇഷ്ടം പോലെ പ്രാവശ്യം എന്തൊരു അനുഭവം ഉണ്ടോ അവിടുത്തെ എന്തെങ്കിലും കാര്യം? എന്താ പറയല് എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ ഓക്കെ, പുള്ളിയുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. പുള്ളി ഇവിടെ 8 വർഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഉണ്ടെന്നല്ലാതെ വേറെ ഒന്നും പറയത്തില്ല. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഭയങ്കര കിട്ടുന്ന സ്പോട്ടാണ്. എനിക്ക് തോന്നുന്നു മറൈൻ ഡ്രൈവിനെ അപേക്ഷിച്ചിടത്തോളം ഇവിടെ കിട്ടുവാണ്. കാരണം ഇവിടെ കുറച്ചുകൂടി ആളുകൾ, അവിടത്തേക്കാൾ ആളുകൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇവിടെ വെച്ച് നോക്കുമ്പോൾ ആംബിയൻസ് ബീച്ചിൽ എനിക്ക് ഇവിടെ സുഭാഷ് പാർക്ക്, ബോട്ട് ജെട്ടി ഇല്ലേ, അപ്പം ട്രൈ ചെയ്ത് വന്ന് കണ്ടനുഭവിക്കണം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ.